الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أرسله إلى كافة الخلق لظهار الإيمان وعلى آله وصحابه الذين جاهدوا بإزالة الكفر والطغيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اجعل نصيحتنا نصيحة مؤثرة في قلوب الناس. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ റമളാനിലെ മുഴുവനും സുഹൃത്തുക്കളും സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ധാരാളം ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ ആളുകൾ, ധാരാളം ആളുകൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞ ആളുകൾ, ബിസിനസ്സിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു രമ്യമായി പരിഹാരം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിൽ നിന്നും കൂട്ടുകുടുംബാദികളിൽ നിന്നും സുഹൃത്തു വലയങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മരണപ്പെട്ടവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ റഹ്മത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ്സിന് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് വിശുദ്ധമായ റമളാൻ ആകുന്ന ഈ മാസം, ഷഹ്റു റമളാൻ, അള്ളാഹുവിൻ്റെ വിലപ്പെട്ട അതിഥിയാണ്. അതിഥി നമ്മളിലേക്ക് വന്നു. ഒരു മാസ കാലഘട്ടം നമ്മുടെ വീടുകളിൽ, നമ്മുടെ റോഡുകളിൽ, നമ്മുടെ കച്ചവടാലയങ്ങളിൽ എന്ന് വേണ്ട നമ്മുടെ ചലന നിശ്ചലങ്ങളിൽ മുഴുവനും നമ്മോടൊപ്പം രാപകലുണ്ടായിരുന്നു. രാപകൽ നമ്മോടൊപ്പം 30 ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ ഈ വിശുദ്ധമായ റമളാനാകുന്ന അതിഥി നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നൊരു അവസ്ഥയിലായിരിക്കണം അൽഹംദുലില്ലാ നമ്മുടെ ഈ റമളാൻ നമുക്ക് കഴിച്ചുകൂട്ടേണ്ടത്. അല്ലാഹു അതിന് വലിയ പരിശ്രമവും വലിയ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ വലിയ ന്യൂനതകളും കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടണമെന്നാണ്. ഷഫാഅത്ത് എന്നാൽ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റെക്കമെൻഡ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കുണ്ടാകണം. അത് ഒരു മുഅ്മിൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിതങ്ങളുടെ ഷഫാഅത്തിന് അർഹതയില്ലാത്ത ഒരു പറ്റം ആളുകളെ കുറിച്ച് ഞാൻ അവരുടെ ഷഫാഅത്ത് അവർക്ക് നൽകാൻ എനിക്ക് കഴിയില്ല. നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലത് പറഞ്ഞത്. ഞാൻ അവർക്ക് ഷഫാഅത്ത് ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ട്, ഞാൻ ആഖിറത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അന ബരീഉം മിമ്മൻ ഖസമഹു ഷഹ്റു റമളാൻ എന്നാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അന ബരീഉം, ഞാൻ ഒഴിവാണ്, ഞാൻ സംസാരിക്കുകയില്ല, ഞാൻ അവരെ കാണുകയില്ല, ഞാൻ അവർക്ക് നേരെ നോക്കുകയില്ല. മിമ്മൻ ഖസമഹു ഷഹ്റു റമളാൻ എന്നാണ്. റമളാൻ മാസം
റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധമായ റമദാനിനോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ അവന്റെ നേർക്ക് നോക്കുകയില്ല, അങ്ങനെ ഞാൻ ഒഴിവാണ് അവനെ തൊട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ ആഖിറത്തിൽ ഈ സമുദായത്തിന്റെ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഞാനും അവരുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അത് എത്ര ഘനപ്പെട്ട വാക്കാണ് സഹോദരങ്ങളെ, സഹോദരികളെ. ആലോചിച്ചേക്ക്, നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്, നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു, നിരന്തരം നമ്മൾ ദ്വാരക്കുന്നു. അങ്ങനെയാണല്ലോ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടാകണമെന്നല്ല, അവിടുത്തെ ഹൗദുൽ കൗസർ കൊണ്ട് ദാഹം തീർക്കുകയും അവിടുത്തെ തൃക്കല്യാണത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും നാളെ അവിടുത്തെ കൊടിക്കീഴിൽ അതിന്റെ പിന്നാലെ നടക്കാനുള്ള സൗഭാഗ്യം കിട്ടണമെന്ന് നിരന്തരം നമ്മളിങ്ങനെ ദ്വാരക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഈ ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടതായ ഒരു ഭാവം പോലും നടിക്കുകയില്ല, ഞാൻ അവരുമായി ഒഴിവാണെന്ന് പറയുമ്പോൾ എത്ര കണ്ട് ഗൗരവമാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് റമദാൻ നല്ല സാക്ഷിയാകാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം എപ്പോഴും അല്ലേ. നമ്മൾ ദ്വാരക്കാറുണ്ട്. ഇങ്ങനെ ദ്വാരക്കാറ് اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا. اللهم اجعل هذا الشهر شريف العظيم شاهدا لنا لا شاهدا علينا. اللهم اجعل حجة لنا لا حجة علينا. اللهم هذا الشهر الشريف العظيم شاهدا لنا. ഈ വിശുദ്ധമായ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സാക്ഷിക്കാരനാക്കണം പടച്ച തമ്പുരാനെ. അങ്ങനെ നമ്മൾ ദ്വാരക്കാർ അല്ലെ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു അതിഥിയാക്കണം, ഒരു സാക്ഷിക്കാരനാക്കണം. ലാ തജ്അൽ അലൈന ലാ ഷാഹിദൻ അലൈന. എന്നിട്ട് നമ്മൾ ദ്വാരക്കാറുണ്ട്, പടച്ചവനെ ഞങ്ങൾക്കെതിരായി നിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന, പരാതി പറയുന്ന പടച്ചവനെ, ഇന്ന വീട്ടിൽ ഞാൻ ചെന്നപ്പോ, ഇന്ന പള്ളിയിൽ ചെന്നപ്പോ വിശുദ്ധമായ റമദാനിനെ എന്നെ മാനിക്കാതെ, എന്നോട് ബഹുമതി കാണിക്കാതെ, എന്നോട് ആദരവ് കാണിക്കാതെ എൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്തിയ വ്യക്തിയാണ് പടച്ചവനെ. അതുകൊണ്ട് നീ എന്നെ കൈകാര്യം ചെയ്യണം. എന്നെ ആദരിക്കാത്തവന് നീ എന്തെല്ലാം ശിക്ഷണ നടപടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ മനുഷ്യന് നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുമ്പിൽ വിശുദ്ധമായ റമദാൻ പറയുന്ന ഒരു ജസദായി നമ്മൾ മാറിയാൽ നമ്മൾ തീർച്ചയായും എല്ലാം നഷ്ടപ്പെട്ടവരായി പോകും. ആയതിനാൽ നല്ല മനസ്സോടെ റമദാനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നല്ല മനസ്സോടെ റമദാനെ നാം വരവേൽക്കണം. ഈ പറഞ്ഞ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് നാം തിരിയണം. തീർച്ചയായും റബ്ബ് കാരുണ്യം ചൊരിയുന്നവനാണ്. എത്ര തെറ്റ് ചെയ്താലും അല്ലേ, നമ്മളങ്ങനെ ഒരു സങ്കുചിത വീക്ഷണവും നമുക്ക് വേണ്ട, ഒരു ഇടുങ്ങിയ ചിന്താഗതിയൊന്നും നമുക്ക് വേണ്ട. പക്ഷെ ഇത്രയും കാലഘട്ടം മോശമായിട്ട് നടന്നല്ലോ, ഇനി ഒരു 30 ദിവസം നന്നായി നടന്നിട്ട് എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? തീർച്ചയായും എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാന്റെ നടുവിലത്തെ 10 എത്ര പാപം ചെയ്ത ആളുകളാണെങ്കിലും അവന്റെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അതാണ്ട് ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത ഹദീസുകൾ, ധാരാളം ആയത്തുകൾ, അതിന്റെ തഫ്സീറുകൾ, ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്താപ മനോഭാവം നമ്മൾ ഉണ്ടാകണം, ഒരു പ്രതീക്ഷ ഉണ്ടാകണം. വിശുദ്ധമായ റമദാൻ അതിഥി എൻ്റെ മുമ്പിലുണ്ട്, അള്ളാഹുവിൻ്റെ അതിഥി എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ വളരെ മാന്യമായി പെരുമാറുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ വിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിനോട് വലിയ പ്രതീക്ഷ അർപ്പിച്ച് ഒരു പശ്ചാത്താപ മനസ്സോടെ നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് വലിയ ഗുണം അതുകൊണ്ടുണ്ടാവും. നമ്മുടെ സങ്കുചിത വീക്ഷണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകർഷതാബോധമൊന്നും വേണ്ട. ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തതാണല്ലോ, ഇനിയിപ്പോൾ 10-30 ദിവസം തെറ്റ് ചെയ്യാതെ ജീവിച്ചിട്ട് പള്ളിയിൽ വന്ന് തറാവീസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോമ്പ് പിടിച്ചതുകൊണ്ട് പാവപ്പെട്ട സഹായിച്ചുകൊണ്ട് 30 ദിവസം ഞാൻ അബദ്ധസഞ്ചാരത്തിൽ മാറി നേർമാർഗത്തിലൂടെ നടന്നതുകൊണ്ട് എനിക്കെന്ത് നേട്ടം കിട്ടാനാണ്? 50 വർഷ കാലഘട്ടം ഇങ്ങനെ ജീവിച്ചില്ലേ, 60 വർഷ കാലഘട്ടം ജീവിച്ചില്ലേ? ആ ഒരു കുടുസായ ചിന്താഗതി വേണ്ട എന്നാണ് ഖുർആൻ പറഞ്ഞത്. എൻ്റെ മഗ്ഫിറത്തിന്റെ, എൻ്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഞാൻ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ ബലഹീനമായിട്ടാണ് പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബലഹീന സാഹചര്യങ്ങൾ അവന്റെ കൂടപ്പുറപ്പായി എപ്പോഴും കൂടെ ഉണ്ടാകും. മനുഷ്യ സഹജമാണ്, തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്കുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ സുമറിൽ അല്ലാഹു പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എത്ര കൃത്യമാണ് അവന്റെ പടപ്പിനെ കുറിച്ചിട്ട്, ആ മനുഷ്യനെ കുറിച്ചിട്ട്. തെറ്റ് സംഭവിക്കും, തോന്നിമാസം ജീവിച്ചു, തെമ്മാടിയായി ജീവിച്ചു, അബദ്ധസഞ്ചാരം നടത്തി, ഇത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിനെ ഉപയോഗപ്പെടുത്താണ്.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത്? നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാൻ ഞാൻ തുറന്ന മനസ്സോടെ എപ്പോഴും കാത്തിരിക്കുകയാണ്, വിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്ന സമയങ്ങളെ, ഓഫറുകളെ വേണ്ടവണ്ണം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുൽ നബിയെ, താങ്കളൊന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോടെ അഹങ്കാരത്തോടെ സർവമാന വേണ്ടാധീനങ്ങളും വേണ്ടാത്തരങ്ങളും കാണിച്ചു കൂട്ടിയ, മുഴുവൻ തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയ മനുഷ്യരായിരിക്കാം. എന്നാലും അവനെ വിളിച്ചിട്ട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒന്നും നിരാശരാകണ്ട. കണ്ടോ, ലാ തഖ്നതു, നിങ്ങൾ നിരാശരാകണ്ട, മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ, അള്ളാഹുവിന്റെ കരുണയിൽ, അള്ളാഹുവിന്റെ ദയയിൽ, അള്ളാഹുവിന്റെ കൃപയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിരാശരാകണ്ട, നിങ്ങൾ നിരാശരാകണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയാണ്. ഈ പാവങ്ങളെ സൃഷ്ടി, അതായത് പാവങ്ങൾ ഇന്നതിന് പാവമുണ്ടെന്ന് പരിചയപ്പെടുത്തി, നരകമുണ്ടെന്ന് പരിചയപ്പെടുത്തി, നരകീയ ശിക്ഷയുണ്ടെന്ന് പരിചയപ്പെടുത്തിയ ഈ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ നിരാശരായി പോകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ, തീർച്ചയായും ഈ അറബി വാക്കിന്റെ ഗ്രാമർ അറിയുന്ന ആളുകൾക്ക് ഇന്ന ചേർത്തിട്ട് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകും, തീർച്ചയായും ഞാൻ വരും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉറപ്പിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവിടെ വരും നമ്മൾ പറയാറില്ല. തീർച്ചയായിട്ടും ഞാനത് പോകും, തീർച്ചയായിട്ടും ഞാനത് ചെയ്യും, തീർച്ചയായിട്ടും ഞാനത് പറയും എന്ന് പറയുന്നത് പോലെ ഒരു തീർച്ച, നിശ്ചയം, ഇന്നല്ലാ, നിശ്ചയം, തീർച്ചയായും അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും പൊറുക്കും, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, പിന്നെ അള്ളാഹ് എടുത്തു പറയാണ്, ഇന്നഹു, നിശ്ചയമായും അല്ലാഹു, ഹുവ ഗഫൂറുൻ, അവൻ എന്താണ്, വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹീം, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആറക്കാറുള്ള വിശുദ്ധമായ റമദാനിൽ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം, നമ്മൾ അങ്ങനെ ദുആറക്കാറുണ്ടല്ലോ. വിശുദ്ധമായ റമദാന്റെ അവസാന 10 നമ്മൾ നിരന്തരം ദുആറക്കാറില്ലേ? അത് അവസാനത്തെ 10 എപ്പോഴും ദുആറക്കേണ്ട ദുആ തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, പടച്ചവനെ നീ പൊറുക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ, അതുകൊണ്ട് ഫഅഫു അന്നി യാ കരീം, മാന്യനായ പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ എന്ന് നമ്മൾ നിരന്തരം നമ്മൾ ദുആർന്നുകൊണ്ടിരിക്കാറുണ്ട് അല്ലേ? നിരന്തരം നമ്മൾ ദുആർന്നുകൊണ്ടിരിക്കാറുണ്ട്. ഇങ്ങനെ ദുആറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ ശൈലി തന്നെ എത്ര അത്ഭുതം നോക്കിക്കേ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച, അള്ളാഹു പറഞ്ഞ ആ ശൈലി എത്ര അത്ഭുതമാണ്. മഹാ അപരാധം ചെയ്തവരെ അള്ളാഹു എന്റെ ദാസന്മാരെ എന്നാ വിളിച്ചത്. കണ്ടോ, സ്വന്തം ശരീരത്തോട് തെറ്റുകൾ കാര്യമായി ചെയ്ത് സ്വന്തം ശരീരത്തെ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് സംസാരിക്കുന്ന ശൈലിയാണത്. എന്റെ ദാസന്മാരെ, യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ്. എന്ത് മനോഹരമാണ് ആ വാക്ക്, എന്ത് ലളിതമാണ് ആ വാക്ക്, എന്ത് ലാളിത്യമാണ് ആ വാക്കിലുള്ളത്, എന്ത് സ്നേഹമാണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കിൽ പൊതിഞ്ഞിരിക്കുന്നത്. ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിന്റെ മനസ്സുകൾക്കപ്പുറം നീ കോട്ട കെട്ടിയ, അതായത് എനിക്ക് രക്ഷപ്പെടാൻ ഇനി അസാധ്യമാണ്, ഞാൻ ഇനി 10, 60 അല്ലെങ്കിൽ 70 വർഷ കാലഘട്ടം ഇനി ജീവിച്ചാൽ എവിടം വരെ എത്താനാണ്, ആ എത്തുന്ന കാലഘട്ടത്തിൽ നന്മ ചെയ്തുകൊണ്ട് എന്ത് നേടാനാണ് എന്ന് നീ ആഗ്രഹിക്കുമ്പോഴും നിന്നെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു, എന്റെ അടിമേ, നീ അങ്ങനെ ചിന്തിക്കണ്ട, നീ അങ്ങനെ മനസ്സിലാക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ദാസനെ എന്ന് വിളിച്ചുകൊണ്ട് പറയും. ഇത് തന്നെ വലിയ പ്രതീക്ഷയുടെ വാക്കാണ്, വലിയൊരു പ്രതീക്ഷയുടെ വാക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റബ്ബിലേക്ക് തുടക്കത്തിലെ തന്നെ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത്, പ്രതീക്ഷയോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വരണമെന്നാണ്. ഈ വാക്ക് തന്നെ വലിയ പ്രതീക്ഷയുടെ വാക്കാണ്. ഏത് പാപവും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞു. 4-മത്, അതായത് എല്ലാം പൊറുക്കുമെന്ന് ഒന്നുകൂടി അല്ലാഹു ഗഫൂറുർ റഹീം, ഒന്നുകൂടി അല്ലാഹു അരക്കിട്ടുറപ്പിക്കുകയാണ്. അല്ലാഹു പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു. ഒറ്റ ആയത്തിലെ പ്രതീക്ഷയുടെ അവസ്ഥയാണ് ഇത് പറഞ്ഞത്. ഇതേ ശൈലി വരുന്ന, ഇതേ ട്യൂണ് വരുന്ന എത്രയോ ആയത്തുകൾ വിശുദ്ധമായ ഖുർആൻ കാണാം. 100 പേരെ കൊന്ന മനുഷ്യന് തൗബ ചെയ്യാൻ പോകും വഴിയാണ് മരണമുണ്ടായത്. തൗബ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹദീസ് വലിയ ദീർഘമായൊരു ഹദീസാണ്. 100 മനുഷ്യനെ കൊന്നൊരു സംഭവം, ആളുടെ സംഭവം ഹദീസിൽ വായിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ധാരാളം ഉസ്താദന്മാരും പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. 100 പേരെ കൊന്ന മനുഷ്യൻ തൗബ ചെയ്യാൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ എന്തുണ്ടായി, മാനസാന്തരപ്പെട്ട അങ്ങനെ തൗബ ചെയ്യാൻ പോകുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ എന്ത് ചെയ്യില്ല, തൗബ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു.
ആ മനുഷ്യനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുത്തു എന്ന് വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ഹദീസ് ഷരീഫിലൂടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം റമദാൻ ഷരീഫില് എല്ലാ പ്രവർത്തനങ്ങളും അതായത് പ്രതീക്ഷ വെച്ചിട്ടുള്ളതായിരിക്കണം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ പോലും അള്ളാഹുവിന്റെ പ്രതീക്ഷ എനിക്ക് വലിയ ഗുണം ചെയ്യും. ഒരു സാധുവിനെ സഹായിച്ചു, ഒരു ചാരിറ്റി ചെയ്തു, ഏതേത് നിലയിലുമാകട്ടെ. ഒരു പാവപ്പെട്ടവന് ഒരു അര കിലോ ഈന്തപ്പഴം വേണ്ട, ഒരു 100 ഗ്രാം ഈന്തപ്പഴം വാങ്ങിക്കൊടുത്തു, ഒരു അര കിലോ ബിരിയാണിയുടെ അരി വാങ്ങിക്കൊടുത്തു, ഒരു നേരത്തെ മാംസം വാങ്ങിക്കൊടുത്തു, ഒരു നേരം കഞ്ഞി വെക്കാനുള്ള അരി വാങ്ങിക്കൊടുത്തു, അവന് വീട്ടിലേക്ക് ഒരു നേരത്തെ ചെലവിന് കൊടുത്തു. ഏത് പ്രവർത്തനങ്ങളും സാധുക്കളെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളും നാം ശക്തിപ്പെടുത്തണം. ഈ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ പോരാ. നമ്മുടെ ചുറ്റുഭാഗത്ത് ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ദിവസവും, ഞാൻ ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പറയല്ലേ, പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്, ഞാൻ പറയാം, അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, നമ്മുടെ പള്ളിയിൽ എപ്പോഴും വരാറുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അതായത് ഉസ്താദെ, ഇന്നലെയും മിനിഞ്ഞാന്നും നോമ്പ് തുറന്നപ്പോഴും നോമ്പ് വെക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചപ്പോഴും വെറും സവോള വരട്ടിയാണ് ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ ഭാര്യയും ഭക്ഷണം കഴിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ സഹോദരികൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഇടയിൽ താമസിക്കുന്ന നമ്മുടെ ഈ തൃശ്ശൂരുകാരനാണ് എന്നോട് പറഞ്ഞത്, വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് പറയണ്ടായി, നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടില്ല എന്നിരിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം മട്ടൺ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ കൈക്ക് പിടിക്കും, ഇല്ലേ? അവരാഗ്രഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന, അവർക്ക് സ്വാദേറുന്ന ഭക്ഷണങ്ങൾ അവരുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ എന്താകും നമ്മുടെ കൈക്ക് അവർ പിടിക്കും. അത് യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അപ്പോ തീർച്ചയായും ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ അയൽപക്കത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും ചേർച്ച കുറവുള്ളതും, ഏറ്റവും അസൂയ വെച്ച് പുലർത്തുന്നതും, പരസ്പരം ശണ്ട കൂടുന്നതും, കാണാൻ പാടില്ലാത്തതും, വൈരാഗ്യം വെച്ച് പുലർത്തുന്നതും ഒക്കെ കൂടുതൽ സഹോദരങ്ങളിലാണ്, അല്ലേ? അതെല്ലാ സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. ധാരാളം ആളുകൾ. ഈ അടുത്ത ദിവസം ഞാനൊരു പ്രശ്നം തീർക്കാൻ വേണ്ടി എൻ്റെ ഹിന്ദു സുഹൃത്തായ ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയി. ഹിന്ദു സുഹൃത്താണ്, ഞാനവിടെ വലിയ അടുപ്പത്തിലാണ്. അവിടുത്തെ അച്ഛൻ മരണപ്പെട്ടു പോയി. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത്. ഒരു ആൺകുട്ടിയുണ്ട്. സംഗതി, ഈ മോന് ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോടതി അത് സ്വത്ത് കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടി പെങ്ങളുടെ പേരിലേക്ക് അതിന് എഴുതി വെച്ചു കൊടുത്തു. കുറേ സ്വത്തുക്കളുണ്ട്, എഴുതി വെച്ചു കൊടുത്തു. തിരിച്ചെഴുതി കൊടുക്കാൻ പറയുമ്പോൾ പറ്റില്ല. ആങ്ങളെ തൽക്കാലം കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി, സ്വത്ത് കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടി പെങ്ങളുടെ പേരിലേക്ക് എഴുതി കൊടുത്തതാണ്. 2-3 ആഴ്ച കഴിഞ്ഞ് കേസൊന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ 3 ആഴ്ച കൊണ്ട് പെങ്ങളുടെ സ്വഭാവം മാറി. ഇതിപ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ, ഒരു ഹിന്ദു സുഹൃത്തിൻ്റെ അല്ല, കൂടുതൽ മുസ്ലിമീങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒട്ടനവധി കേസുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ധാരാളം വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ബന്ധുക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെയും കൂട്ടുകാരുടെ ഇടയിലൊക്കെയാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, അതുപോലെ തന്നെ ഈ വഴക്കും വക്കാണവും ദേഷ്യവും കോപവും വൈരാഗ്യമൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ ആർക്കാണ് എന്താണ് പ്രശ്നമുള്ളത്, എവിടെയാണ് കുറവുള്ളത്, തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കണം. ഇത് റബ്ബിന്റെ അടുക്കൽ നമുക്ക് വലിയ കബൂലിയത്ത് നേടിത്തരും. നമ്മുടെ നോമ്പ് സ്വീകരിക്കാൻ, നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കാൻ, റബ്ബുമായിട്ടുള്ള അമലുകൾ സ്വീകരിക്കാൻ പടപ്പിനെ സഹായിക്കുന്ന ആ സഹായം, ഒരു ചാരിറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ടവർ പറയാണ് സനാഇൽ മഅറൂഫി തഖി മസാരി അസ്സൂഇ എന്നാണ്. അതായത് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ കാരണമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തഖി മസാരി ഇസ്സൂഇ, മോശമായ മരണത്തിൽ നിന്ന് നമുക്ക് അത് കാവലുണ്ടാവുന്നതാണ്. ഉണ്ടോ? ഈ വിശുദ്ധമായ റമദാനിൽ ഞാൻ ഒന്ന് ഓർമ്മ വന്നപ്പോൾ ആ ഹദീസ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അതിഥിയെ സ്വീകരിക്കുന്ന നമ്മൾ നമ്മുടെ അയൽപക്കത്തെ സാധുക്കളെ കൂടി അതിഥിയായി സ്വീകരിച്ച് ആ പ്രതീക്ഷയോടെ വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ തങ്ങൾ പറയാണ് സനാഇൽ മഅറൂഫി തഖി മസാരി അസ്സൂഇ, അതായത് ഈ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് മോശമായ മരണത്തിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കാവലായി മാറും. സദഖത്തു സിർരി തുത്ഫിഉ ഗളബ റബ്ബി, അതായത് രഹസ്യമായി ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപത്തെ അത് അടക്കിക്കളയും, അല്ലെങ്കിൽ കെടുത്തിക്കളയും എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സിലത്തുർ റഹ്മി തസീദു ഫിൽ ഉംരി, ഒരു കുടുംബാദിയെ സഹായിക്കുക, നോമ്പുകാലമാവട്ടെ അല്ലാത്തതാവട്ടെ ഏതുമാവട്ടെ, ഒരു കുടുംബബന്ധം ചേർക്കുക, മുറിഞ്ഞു കിടക്കുന്ന, നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബബന്ധത്തെ
നമ്മളൊന്ന് കൂട്ടിയിണക്കിയാൽ തീർച്ചയായും അത് ആയുസ് വർദ്ധിക്കാനും കാരണമായി മാറുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ പ്രതീക്ഷയോടെ വിശുദ്ധമായ റമദാൻ ആകുന്ന നമ്മുടെ അതിഥി നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നമ്മൾ മാന്യമായി അവരോട് ആ റമദാനോട് പെരുമാറണം. മാത്രമല്ല നമ്മുടെ സഹജീവികളായ നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ഇവരോടൊക്കെ വലിയ പ്രതീക്ഷയോടെ, വലിയ സ്നേഹത്തോടെ, അനുകമ്പയോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പെരുമാറണം. വിശുദ്ധമായ റമദാൻ നമ്മുടെ മനസ്സിനെ അത്തരത്തിൽ മാറ്റിമറിക്കാൻ ഉപകരിക്കുന്ന ഒരു ദിനരാത്രങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.